കുട്ടിക്കാലം മുതൽ തന്നെ മലയാളികൾ ആൽബം ഗാനങ്ങളിലൂടെ കണ്ട് മനസ്സിലേറ്റിയ നടനാണ് രാജീവ് പരമേശ്വർ. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം എന്ന ഗാനത്തെ സ്നേഹിച്ചിരുന്നവരാരും തന്നെ രാജീവ് പരമേശ്വർ എന്ന നടനെ മറക്കില്ല. ഈസ്റ്റ് കോസ്റ്റിന്റെ നിനക്കായി എന്ന ആൽബത്തിലേതായിരുന്നു ഈ ഒരു ഗാനം. 90കളിൽ ജനിച്ചവർക്ക് നൊസ്റ്റാൾജിയ പകരുന്ന ഗാനം കൂടിയാണിത്. ആൽബം പുറത്തിറങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടിട്ടും വീഡിയോയിലെ നായകൻ ഇപ്പോഴും ചുള്ളൻ പയ്യൻ തന്നെയാണ്. ഒരുപാട് ആരാധികമാരെയാണ് ഈ ഒരു ആൽബം ഗാനത്തിലൂടെ രാജീവ് പരമേശ്വരൻ സ്വന്തമാക്കിയത്. ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രാജീവ് പരമേശ്വർ കൂടുതലും സീരിയലുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സീരിയൽ കുടുംബജീവിത വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന രാജീവിൻ്റെ വീഡിയോയും വലിയ രീതിയിലായിരുന്നു ശ്രദ്ധ നേടിയിരുന്നതും. ദിലീപ് സിനിമ പാപ്പി അപ്പച്ചിയിലെ വില്ലൻ വേഷം അവതരിപ്പിച്ച ശേഷം രാജീവിനെ പിന്നീട് സിനിമകളിൽ കണ്ടിരുന്നില്ല. അതിനുള്ള കാരണവും താരം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സിനിമ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആരും തന്നെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സമീപിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് രാജീവ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് താൻ കൂടുതൽ സീരിയലിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നും പറയുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഭാഗ്യം തുണയ്ക്കാത്തതിനാൽ സിനിമ പോലുള്ള മേഖലകളിൽ പലർക്കും എത്തിപ്പെടാൻ സാധിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീരിയലുകളിലെ കഥാപാത്രങ്ങളോട് വളരെയേറെ ഇഷ്ടം തോന്നാറുണ്ടെന്നും പ്രേക്ഷകർ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് തങ്ങളുടെ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നതെന്നും അതിൽ ഒരുപാട് സന്തോഷം തോന്നാറുണ്ടെന്നും രാജീവ് പറഞ്ഞിട്ടുണ്ട്. വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അമർഷം പ്രകടിപ്പിക്കാറുണ്ടെന്നും ചിലർ കുപ്പിയെടുത്തൊക്കെ എറിഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും രാജീവ് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഒന്നിനുമല്ലാതെ എന്ന ഗാനത്തെ കാണുന്നതെന്നും രാജീവ് പറഞ്ഞു. സീരിയലുകളുടെ വിവാഹം പോലുള്ള സംഭവങ്ങൾ നീണ്ടു പോകുമ്പോൾ ആരാധകർ നേരിട്ട് കാണുമ്പോൾ ദേഷ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ സാന്ത്വനം എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിലായിരുന്നു രാജീവ് പരമേശ്വർ അവസാനമായി അഭിനയിച്ചിരുന്നത്. ബാലേട്ടൻ എന്ന പക്വതയാർന്ന ഒരു ഏട്ടൻ കഥാപാത്രത്തെയായിരുന്നു രാജീവ് അവതരിപ്പിച്ചിരുന്നത്. ബാലേട്ടൻ കഥാപാത്രം അവതരിപ്പിക്കാൻ നിർമ്മാതാവ് രഞ്ജിത്തും ഭാര്യ ചിപ്പിയും തന്നെ സമീപിച്ചപ്പോൾ തനിക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നെന്നും അത് അപ്പോൾ തന്നെ അവരുമായി പങ്കുവയ്ക്കുകയും മറ്റ് അഭിനേതാക്കളുടെ പേരുകൾ തന്നെ താൻ ഈ കഥാപാത്രത്തെ നിർദ്ദേശിച്ചിരുന്നെന്നും രാജീവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നാൽ ആവുന്നത് വിധം ബാലേട്ടൻ എന്ന കഥാപാത്രത്തിന് താൻ പൂർണ്ണത നൽകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അത് വലിയ വിജയമായി എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതെന്നും രാജീവ് പറഞ്ഞു. സഹോദരന്മാരുടെ സ്നേഹവും അവരുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു നിമിഷങ്ങളും പറഞ്ഞു പോകുന്ന ഒരു പരമ്പരയായിരുന്നു സാന്ത്വനം. അത്രയും മനോഹരമായിട്ട് ബാലേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ രാജീവ് പരമേശ്വരന് മാത്രമേ സാധിക്കൂ എന്ന് പ്രേക്ഷകരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നീട് താരം തമിഴ് സീരിയലുകളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താൻ ഒരു പുതുതായി വീട് വെക്കണമെന്നത്. ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തൻ്റെ സ്വപ്ന ഭവനം, ആ ഒരു സന്തോഷം 2026 തനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവുമാണ് ഇതെന്നാണ് രാജീവ് പരമേശ്വർ വ്യക്തമാക്കിയത്. നിരവധി പേരാണ് താരം പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻസുകൾ രേഖപ്പെടുത്തിയത്. നിരവധി പേർ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചു. ഇപ്പോൾ തമിഴ് സീരിയലിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. മലയാളത്തിലേക്ക് സാന്ത്വനത്തിന് ശേഷം പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. ഇനി എത്രയും പെട്ടെന്ന് തന്നെ താൻ മലയാളത്തിലേക്ക് ഒരു ഗംഭീര കഥാപാത്രത്തിലൂടെ തിരിച്ചു വരും എന്നാണ് രാജീവ് പറഞ്ഞത്.